ഹായ് ഫ്രണ്ട്സ്, സോണിയുടെ ഒരു 5.1 ഹോം തിയേറ്ററാണിത്. സൗണ്ട് ബാർ, അതായത് സൗണ്ട് ബാറിനകത്ത് 3 സ്പീക്കേഴ്സ് വരും. ഇതിന് 2 സറൗണ്ട് വരും, ഒരു സബ് വൂഫർ വരും. 400 വാട്ട്സ് RMS ഉള്ള HTS20R എന്ന് പറഞ്ഞ് വിയറ്റ്നാമിൽ നിന്ന് ഫുൾ ഇമ്പോർട്ട് ചെയ്ത് ഇന്ത്യയിൽ വരുന്ന ഫുൾ ഇമ്പോർട്ടഡ് മോഡലാണ്. അപ്പം ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതല്ല, വിയറ്റ്നാമിൽ ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, അതിൻ്റെ ക്ലാരിറ്റിയൊക്കെ ഒന്ന് നോക്കാം. സാധാരണ ഏത് മനുഷ്യനും മേടിക്കാൻ പറ്റുന്ന ഒരു ന്യായമായ വിലയ്ക്ക് തരുന്ന ഒരു ഹോം തിയേറ്ററാണിത്. HDMI ARC ഉണ്ട്, ഒപ്റ്റിക്കൽ ഇൻ ഉണ്ട്, അനലോഗ് ഇൻപുട്ട് ഉണ്ട്, പെൻ ഡ്രൈവ് ഉണ്ട്. നമ്മൾ ആദ്യം പൊട്ടിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. ഇതാണ് കമ്പനി പാക്കിംഗ്. സോണിയുടെ തന്നെ 2 ബാറ്ററി, റിമോട്ട്, കാറ്റലോഗ്, പിന്നെ വാറണ്ടി പേപ്പർ. ഇതാണ് സോണിയുടെ ഒറിജിനൽ വാറണ്ടി പേപ്പർ. 1 ഇയർ വാറണ്ടി ഉള്ള ഇതാണ് വാറണ്ടി പേപ്പർ. പിന്നെ ഇത് നമ്മൾ ഓക്സ് ആയിട്ട് കുത്തണമെങ്കിൽ, മൊബൈലിൽ നിന്നൊക്കെ ഓക്സ് കുത്തണമല്ലോ, അല്ലെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും ഓഡിയോ ഓക്സ് കൊടുക്കണമെങ്കിലുള്ളൊരു കോഡ്. പിന്നെ AC കോഡ്, കറണ്ട് കൊടുക്കാനുള്ള AC കോഡ്. ഇത്രയും സാധനങ്ങളാണ് ഇത് വരുന്നത്. പിന്നെ മെയിനായിട്ടും ഇത് 2 ആയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. ഒരു ബെൽറ്റ് പാക്കിംഗ് ആണ്. ഇങ്ങനെയാണ് അതിൻ്റെ പാക്കിങ്. ഇത് പൊട്ടിച്ചാലേ നമുക്കിത് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. ആദ്യം നമുക്ക് ബാറ്ററി എടുത്ത് റിമോട്ടിലൊന്നിട്ട് നോക്കാം. AC ഒന്ന് തണുക്കുന്ന നല്ല ചൂട്. ഈ ബാറ്ററി ഒത്തിരി നാൾ കിടക്കുന്നതാണ്, ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള ബാറ്ററിയാണ്. ഈ ബാറ്ററികൾ ഇനിയിപ്പം നമ്മൾ ഈ ബാറ്ററി അഥവാ ഈ സോണിയുടെ ഒറിജിനൽ ബാറ്ററി ഇപ്പോൾ 2-3 വർഷം കിടക്കും. ഇത് പോയി കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട, സാധാരണ ബാറ്ററി മേടിച്ചിടരുത്. കാരണം ഈ റിമോട്ട് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഇതുപോലത്തെ ഒന്നെങ്കിൽ സോണിയുടെ, അല്ല പാനാസോണിക്ക്, നമ്മുടെ എവറഡിക്കൊക്കെ ഉണ്ട്, ആൽക്കലൈൻ ബാറ്ററി കിട്ടും. ലീക്ക് പ്രൂഫ് ആൽക്കലൈൻ ബാറ്ററി 10 വർഷം വരെ ലീക്ക് പ്രൂഫായിട്ട് കിടക്കുന്ന ബാറ്ററിയാണ്. അതുകൂട്ട് ബാറ്ററിയെ മേടിച്ച് ഇടാവുള്ളൂ. മേടിക്കണമെങ്കിൽ നല്ല വില വരും. അതിലും നല്ല ഒറിജിനൽ റിമോട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയ റിമോട്ടല്ലേ, അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കവർ ഇട്ടും, ഇത് ഇട്ട് കവറുണ്ട്, ഈ കവറും കൂടെ ഇട്ട് റിമോട്ട് എപ്പോഴും യൂസ് ചെയ്യുക. ബാറ്ററി ഇട്ട് അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ കവർ. പിന്നെ വാറണ്ടി പീരീഡിൽ ഉറപ്പായിട്ട് ഈ വാറണ്ടി കാർഡ് കളയാതെ സൂക്ഷിക്കണം. ഈ വാറണ്ടി കഴിഞ്ഞാണേലും സോണിക്ക് 10 വർഷത്തിനുള്ളിൽ സർവീസ് വളരെ പാക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴീ വാറണ്ടി കാർഡും ബില്ലും ചോദിക്കും. ബില്ല് നമുക്ക് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലുണ്ടെങ്കിലും വാറണ്ടി കാർഡ് നമുക്ക് വേറെ മേടിക്കാൻ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ഇത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ സിസ്റ്റത്തിൽ നിന്ന് ബില്ലടിക്കാമെന്ന്. ജിൻസി പറയുന്നത് സിസ്റ്റം മനുഷ്യൻ്റെ കാര്യം പോലെ ഉള്ളൂ. നേരം വെളുക്കുമ്പോൾ ഇത് ഓണായില്ലെങ്കിൽ എടുക്കാൻ പറ്റിയാലെന്നാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ അതും വേണ്ട, കളയാതെ സൂക്ഷിച്ച് വെച്ചു. ഇത് ഞാനിനി ഇത് പറഞ്ഞിട്ട് നാളെ സിസ്റ്റത്തെ കിടക്കുമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ബില്ല് വേണമെന്ന് പറഞ്ഞ് വന്നാൽ എന്നാ ചെയ്യുമെന്ന്. സിസ്റ്റം പോയില്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ബില്ലെടുത്ത് തരും. കട്ട് ചെയ്യുക അല്ലേ, എല്ലാ രക്ഷയില്ല. കട്ട് ചെയ്യാതെ എടുക്കരുതെന്നുള്ള പ്ലാനിൽ തന്നെയാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. ഇത് പാക്ക് ചെയ്തിരുന്ന വീഡിയോ ഒക്കെ നോക്കി. ഈ സാധനം ഇതിലോട്ട് വെച്ചിട്ട് ഇങ്ങനെയാണ് ഇത് പാക്ക് ചെയ്തിരിക്കുന്നത്. തിരിച്ച് പാക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെ വെക്കണം. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു കഷ്ണം ഇവിടെ ഒന്ന് കാണിച്ച വീഡിയോ കാണാമോ? ഇങ്ങനെ ഇത് സ്പീക്കർ വെച്ചിരിക്കുന്നു കേട്ടോ, കണ്ടോ? തിരിച്ച് വായിക്കണ്ടേ? ഓക്കെ. പിന്നെ സൗണ്ട് ബാർ ഇതൊക്കെ മതിക്കും. ഇങ്ങനെ വെച്ച് ഇങ്ങനെ എൻ്റെ കറക്റ്റ് പൊസിഷൻ. എല്ലാത്തിനും കളർ കൊടുത്തിട്ടുണ്ട്, കുറേ കുത്താനുള്ള കളറ്. ആ കളറ് കൃത്യമായിട്ട് നോക്കി വേണം നമ്മൾ കുത്താൻ. പാക്കിംഗ് എന്ന് പറഞ്ഞാൽ 1.5 പാക്കിംഗ് ആണ്. ഈ സൗണ്ട് ബാർ കണ്ടുപിടിക്കാൻ
അത് കൂടുതൽ ബുദ്ധിമുട്ട് വന്ന് കാണും പാക്കിങ്ങിൽ. മൂന്ന് സ്പീക്കർ ഇതിനകത്തുള്ളത്. അത് 2, 5, അതൊന്ന് 6. അതാണ്ട് എഴുത്തൊക്കെ ഒന്ന് ഫ്രണ്ട് ഒരു സ്പീക്കർ, 2 സ്പീക്കർ, അതിൻ്റെ ട്യൂട്ടർ, അതിൻ്റെ ബാസ് ഹോള്. ഇതിന് ബാസ് ഹോള്, സെൻറ്ററിന് മാത്രം ട്യൂട്ടറുണ്ട്, ഇതിന് ബാസ് ഹോളുണ്ട്. ഇതാണ് എഴുതിയിരിക്കുന്നത്. സോണി സ്പീക്കർ സിസ്റ്റം അൾത്രോസ് പസീനോ, എന്നാണ് എഴുതിയിരിക്കുന്നത്, പസീവോ, മെയ്ഡ് ഇൻ വിയറ്റ്നാമാണ്. ഓക്കെ, ഇനി നമുക്ക് സബ് വൂഫർ. ഇതിൻ്റെ അടിഭാഗമാണ്. അടിഭാഗത്ത് 4 ബുഷുണ്ട്. 2 നല്ല ഗ്ലോസിയാണ്. ഇതാണ് സബ്വൂഫർ. നിലത്ത് വെക്കണമെന്നാണ്, ഞാൻ തൽക്കാലം മേശപ്പുറത്ത് വെക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, നിലത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉള്ളത് നമുക്ക് 2 സറൗണ്ട് സ്പീക്കറാണ്. ഇതാണ് അതിൻ്റെ സറൗണ്ട് സ്പീക്കർ. ഇത് ആവശ്യത്തിന് നീളമുണ്ട്. ഇതുണ്ടെന്നേ, ഇത് നല്ല നീളമുണ്ട്. ഇതിൽ കൂടുതൽ ഒരു വീട്ടിലെ ആവശ്യം വരികയില്ല. ആ, പിന്നെ മിച്ചം വരും. ആ, അപ്പം അതിനോട് ഇത് ഗ്രേ കളറ് ഇവിടെ കൊടുത്തു. ഒരു സറൗണ്ട് ഗ്രേ ആണേ, ഒരു സറൗണ്ട് ബ്ലൂ ആണ്. ബ്ലൂ, ഒരു സറൗണ്ട് ബ്ലൂ. പിന്നെ നമ്മുടെ ഇതിൻ്റെ സാധനം ഇതിങ്ങനെ വലിച്ചാൽ മതി, ഇങ്ങനെ പോരും. ഇത് നമ്മൾ ഊഫറിൻ്റെ ഏകദേശം അടുത്ത് തന്നെ വെക്കാൻ, ടി വിയുടെ അടിയിലായിട്ടാണ് ഇത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് വൈറ്റ്, ഗ്രീനെ തുടങ്ങാം. ഗ്രീന്, വൈറ്റ്, റെഡ്. അപ്പോൾ നമ്മുടെ കണക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ എ സി കോഡ്, നമുക്ക് കറണ്ട് കൊടുക്കാൻ വേണ്ടി എ സി കോഡ് അതിൻ്റെ മേശപ്പുറത്തിരിപ്പുണ്ട്. ഇൻപുട്ടുകളെല്ലാം ഇവിടെയുണ്ട്. ടി വി ഒപ്റ്റിക്കലുണ്ട്, ടി വി ഇൻപുട്ട്, ഒപ്റ്റിക്കൽ ഇൻപുട്ടുണ്ട്, AV ARC ഉണ്ട്, പിന്നെ സാധാരണ ഓക്സും ഉണ്ട്. ഇതാണ് എൻ്റെ ബാക്ക്, ഊഫറിൻ്റെ ബാക്കിലത്തെ. ഇതൊന്നും എടുത്തേരെ, എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെയുണ്ട്. സോണി SA-WS-20. ഓക്കെ, ഓണാക്കൂ. അപ്പോൾ അവരെ ഇവിടെ ഇതാ ടച്ച്, ഇത് പവർ. ഓക്കെ, ആ ഹലോ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഓഫ് ചെയ്യാതെ ഇനി ഒന്നുകൂടെ ഓൺ ചെയ്തു. അപ്പോൾ ഹലോ വരും. ഹലോ വന്നു കഴിഞ്ഞ് പ്ലീസ് വെയിറ്റ് എന്നാണ് കാണിക്കുന്നത്. നമ്മളത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതങ്ങ് ഓഫാവും. ഇത് ഓഫായി, ഓണായി. ടി വി എന്ന് വന്നു. ഇവിടെയാണ്, ഇവിടെ ആ വെട്ട് നോക്കി കുത്തിയാൽ മതി. കുത്തിക്കും. ഓക്കെ, പെൻഡ്രൈവ് കുത്തിക്കഴിയുമ്പോൾ ഇപ്പോൾ ടി വിയിലല്ലേ കിടക്കുന്നത്. ഇനി നമ്മളിവിടെ ഇൻപുട്ട്
ഇതെല്ലാം ഒന്ന് ഞെക്കിക്കുക. അപ്പോൾ ഓരോന്ന് മാറി മാറി വരും. ഇൻപുട്ട് ഇതാ. ആ അതൊക്കെ തൊട്ടോ. ബ്ലൂടൂത്ത് USB അതായി. USB വന്നു കഴിയുമ്പോൾ റീഡ് ചെയ്യുക. കണ്ടോ, USB-ക്കകത്തെ കണ്ടൻറ്റിനെ റീഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ പ്ലേ അടിച്ചു. പ്ലേ എന്ന് പറയുന്ന ബട്ടൺ ഇതിനകത്ത് പ്ലേ ഇല്ലേ ഉണ്ട്. ഇത് പ്ലേ ഓണായി. ഓളയും കൂട്ടിക്കോ. ഇതാ ഓളെ ഇത്. അതെ സ്റ്റോക്ക് വേരിയേഷനോ കാരണം പറഞ്ഞിരുന്ന എതിർക്കുവാൻ പുറപ്പെടുന്നേ. പണ്ടത്തെ ശരീരത്തിൽ സഹതായ പോലെ നായടാൻ മനസ്സുകൊണ്ടൊരുക്കമായി. അലങ്കരിക്കുന്നു പാമ്പെ ഇവയൊന്നും ചിരകാല വീരപ്പടല്ല. ആരാന്റെ വിഷമുട്ടും കൂടിയ പാമ്പേ ചൊല്ലും നേരിനെ ജയിപ്പാൻ നീ കരുത്തരാണ്. ഇതിനകത്ത് പറ്റിയല്ലോ എന്നെങ്കിലും തീർന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് തോട്ടത്തിലുണ്ടായിരിക്കുന്നത്. മലമാണ് ഇതുത്തിന്റെ പടക്കുതിര. ബ്ലൂടൂത്തിലായിരിക്കും. ബ്ലൂടൂത്തിൽ സെലക്ട് അല്ലേ അത് ക്ലാരിറ്റി ഉണ്ട്. അതാണ് അതിൻ്റെ ഗുണം. അത് 100 വരെ ഓളിയോ ഉണ്ട്. നല്ല ഡിവൈഡിങ്ങാണ്. സബിന് ഇവിടെ ഉണ്ട്. സബിന് വെറൈറ്റി ഓളിയോ ഉണ്ട്. സബിന് 12 വരെ ഓളിയോ ഉണ്ട്. കുറയ്ക്കാം. ഇത് നിലത്ത് വെച്ചാൽ ഇതിൻ്റെ ഇരട്ടിയിടിയാം. ഇതിപ്പം മേശപ്പുറത്തല്ലേ വെച്ചിരിക്കുന്നത്. നിലത്ത് വെക്കണം. അതെ, ഒരു എവിടെയെങ്കിലും കോർണറിലോ നിലത്ത് വെച്ചാൽ മതി. പിന്നെ ഈ നിലത്ത് തീരെ അങ്ങോട്ട് തണുപ്പൊക്കെ അടിക്കാതെ എന്തെങ്കിലും ഒരു പല കഷ്ണം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഒരു പല കഷ്ണമോ ടൈല് കഷ്ണമോ എന്തെങ്കിലും ഒരു സ്വല്പം പൊക്കി വെക്കുകയാണ് നല്ലതായിരിക്കും. നമുക്കിവിടെ ഒരു പ്രത്യേക ക്ലൈമറ്റ് അല്ലേ. ഇതൊരു ചിപ്പുഡ് എന്ന് ഒരു തടിയായതുകൊണ്ട് ഒരു 4 ചെറിയ ബുഷേ അവർ കൊടുത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഒരു തടിയുടെ ഒരു ചെറിയ പീസ്, ഇത് ഇത്രയും വലുപ്പമുള്ള ഒരു പീസ് നിലത്ത് വെച്ചിട്ട് അതിൻ്റെ മണ്ടലോട്ട് ഇത് വെക്കുവാണെങ്കിൽ തന്നെ അത് തന്നെ പ്ലേടിച്ചു. നല്ല ഇടിയുള്ളൊരു മാറിപ്പോയി. ഇപ്പം ഞാൻ ആക്കി തരാം. ബ്ലൂടൂത്ത് കൈ ഇവിടെ തൊട്ട് കഴിയുമ്പോൾ കുഴപ്പമാണ്. ടച്ചാണ് മൊത്തം. സ്വിച്ചുകളെല്ലാം ടച്ച് സ്വിച്ചാണ്. കിട്ടിയോ? പ്ലേടിച്ചു. ഇഷ്ടമുള്ളൊരു പാട്ടിട്ടു. ഓട്ടോ സൗണ്ട് മോഡുണ്ട്, സ്റ്റാൻഡേർഡ് മോഡുണ്ട്, സിനിമ മോഡുണ്ട്, മ്യൂസിക് മോഡുണ്ട്,
വോയിസ് മോഡുണ്ട്, നൈറ്റ് മോഡുണ്ട്. നൈറ്റ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഈ അധികം വോളിയം അങ്ങോട്ട് ഇൻക്രീസ് ചെയ്ത് വരും. ഇത് നന്ദു എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. നന്ദു ആണ് ഈ സെറ്റ് ഇപ്പോൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. നന്ദുവിന് വേണ്ടിയിട്ടാണ് ഈ സെറ്റ് ഞങ്ങൾ ഡെമോ ചെയ്തത്. നന്ദുവിന് ഇഷ്ടപ്പെട്ടോ? സെറ്റ് ഇഷ്ടപ്പെട്ടോ? നല്ല ക്വാളിറ്റി അല്ലേ? അപ്പം അതുകൊണ്ടൊന്ന് പരിചയപ്പെടുത്തുന്നുള്ളൂ. ഒരു നോർമൽ വിലയേ ഉള്ളൂ. വില നേരിട്ട് വിളിച്ച് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. 23,900 എൻ്റെ MRP ഉണ്ട്. അതിലൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ ഒരു നല്ല റേറ്റിൽ ഈ ഓണ സമയത്ത് ഞാൻ തരാം. അപ്പം സോണിയുടെ ആ ഒരു കുഞ്ഞ്, അതായത് ഒരു പാക്കിങ് വരെയുള്ള ആ ക്വാളിറ്റി നിങ്ങൾ കാണുക. ആ ഒരു റിമോട്ടിൻ്റെ ക്വാളിറ്റി, കവറിൻ്റെ ക്വാളിറ്റി, വയറിൻ്റെ ക്വാളിറ്റി, എവറിത്തിങ് ഈസ് വെരി ഗുഡ്. എന്തിനും ഒരു കാറ്റലോഗ് പോലും ഇത് ക്വാളിറ്റിയാണ്. അപ്പോൾ ഒരു വില മേടിക്കുന്നുണ്ടെങ്കിൽ ഇതുണ്ട്. ഈ കാറ്റലോഗിൻ്റെ പ്രിൻറ്റിങ്ങിൻ്റെ വരെ വിയറ്റ്നാമിൽ പ്രിൻറ്റ് ചെയ്ത് വന്നിരിക്കുന്ന കാറ്റലോഗാണ്. അതിൻ്റെ ആ ക്വാളിറ്റി വരെ നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കാശിന് വാല്യൂ ഫോർ മണിയുള്ള നല്ല ഒരു സൗണ്ട് ബാറാണിത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഈ വയറുകളും നിങ്ങൾ നോക്കി, ഈ വയറിൻ്റെയൊക്കെ ക്വാളിറ്റി ഉണ്ട്. ഇതുപോലെ ഒരു വയർ ഇവിടെ എവിടെയെങ്കിലും കാണാൻ കിട്ടുമോ? ഈ സ്പീക്കറിന് ഇട്ടിരിക്കുന്ന വയറൊക്കെ ആവശ്യത്തിലധികം ഇട്ടിട്ടുണ്ട്. നല്ല സൂപ്പർ സെറ്റാണ്. അപ്പോൾ നമുക്ക് തിരിച്ചിനി പാക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് സന്തോഷമായി. കാരണം ഇഷ്ടപ്പെടണമല്ലോ. ഇതുണ്ട്, ഇതിൻ്റെ ഈ സ്പീക്കറിൻ്റെ ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം തൊടാൻ പോലും നമുക്ക് തോന്നുന്നില്ല. എന്നാ ഫിനിഷിംഗ് ആണെന്നുണ്ട്. ഈ ഫ്രണ്ടിലത്തെ ഇതും എല്ലാം, എവറിത്തിങ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും നേരം ഞങ്ങളെ സഹിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഇങ്ങോട്ട് പോരെ. നമുക്ക് 3 പേർക്കും നിൽക്കാം, കുഴപ്പമില്ല. ഇതൊക്കെ ഞങ്ങളെ കാണാനും കൂടെ വന്ന ഈ സബ്സ്ക്രൈബേഴ്സ് കേട്ടോ. ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഫോണിൽ കൂടെ കണ്ടിട്ടുള്ളൂ. ഫോണിൽ കൂടെ വിളിച്ച് ബന്ധപ്പെട്ടതാണ്. ഏതായാലും സെറ്റ് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇത്രയും നേരം ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി ഞങ്ങളിത് പാക്ക് ചെയ്യാന്നുള്ള ഒരു ഭഗീതര പ്രയത്നം പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അഴിച്ചിടാനെല്ലാം വളരെ സൗകര്യമായിരുന്നു. തിരിച്ചതുപോലെ പെട്ടിക്കകത്താക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ താങ്ക് യു. എല്ലാവർക്കും ഹാപ്പി ഓണം. ഒന്നിച്ച് പറഞ്ഞേ, ഹാപ്പി ഓണം. നീ മനാന്ന് പറഞ്ഞു. എന്നാൽ നമുക്കിനി പാക്ക് ചെയ്യാം. ആദ്യം സബ്വൂഫർ എടുത്തു. എപ്പോഴാണ് പോരെ, ഞാൻ വേണ്ട പോലെ തന്നോളാം. കൊടുത്തേക്കാം. ഞാൻ വന്ന ജിൻസി ഇത് ഉരുന്നതും കൂടെ ഒന്ന് എടുത്തോട്ടെ. ഇതുണ്ടോ കളർ, ഇതുണ്ടോ ഓരോന്നിനും കളർ ഇവിടെയുണ്ട്. ഈ കളർ അനുസരിച്ച് വേണം ഇത് കൊടുക്കാൻ. കളർ അനുസരിച്ച് വേണം കൊടുക്കാൻ. തണുപ്പായില്ലേ? ഇനി അതിൻ്റെ കവറുണ്ട്, ഒരു കവറ്. ഇതാണ് ആ കവറേ, ഇതിൻ്റെ കവറ്. ചേട്ടാ ഇരിക്കുക, തരാവേ, ഇപ്പം തരാവേ. ഒരു 5 മിനിറ്റ് ഇരിക്കത്തില്ല? ഇതൊന്ന് പാക്ക് ചെയ്ത് ഇവിടെ അങ്ങോട്ടേക്കാം. കാണിച്ചു വിട്ടേക്കാം. പറയണം, റെക്കോർഡിട്ടില്ല. അത് സ്പീക്കറിന്റെ ഫ്രണ്ടിലോട്ട്, റിമോട്ടിന്റെ ആണോ? റിമോട്ടും എല്ലാം കൂടെ. അഡാപ്റ്ററിന്റെ AC കോഡിന്റെ സപ്ലൈ ആണത്. AC കോഡ് ആദ്യത്തെ കവറാണ്. ബാക്കി എല്ലാം കാണിച്ചു തരാം. ഒന്നുകൂടെ പറഞ്ഞു. ഇത് AC കോഡാണ്. AC കോഡ് നമുക്ക് മടക്കി എടുക്കാം. എന്നിട്ട് അത് ഒരു കവറിനകത്താക്കാം. എങ്ങനെ വന്നാൽ അങ്ങനെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. എന്താണേലും വിയറ്റ്നാംകാർ പാക്ക് ചെയ്തതുപോലെ പാക്ക് ചെയ്യാൻ ഇന്ത്യക്കാർക്ക് പറ്റുമോ എന്നാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. വള്ളിയില്ലേലും കുഴപ്പമൊന്നുമില്ല. പോസ് ചെയ്ത് ഞാൻ ഒരു വള്ളി എടുക്കട്ടെ. അതതിൻ്റെ കവറിനകത്താക്കി. റിമോട്ട്, കാറ്റലോഗ്, വാറണ്ടി പേപ്പർ, പിന്നെ ഓക്സിജന്റെ കേബിള്, സ്പീക്കറിന് സെപ്പറേറ്റ് 2 സ്പീക്കർ വയറിനും സ്പീക്കറിനും 2 കവർ ഇട്ടു. സ്പീക്കറിൻ്റെ അടുത്ത കവറ്, രണ്ടാമത്തെ സ്പീക്കർ, സൗണ്ട് വാറിൻ്റെ കവറിട്ടു. ഈ സബ്വൂഫറിന് കവറിട്ടു. ഇനി ഇതിനകത്താക്കണം.
അതാണ് അതിനകത്ത് ഇറങ്ങിയിരുന്നിട്ട് ഈ ഊഫർ, അതായത് ആ ഹോളുള്ള വശം ഫ്രണ്ടിലേക്ക്. കറക്റ്റാണോ? തിരിച്ചല്ലേ? ഓക്കെ, കറക്റ്റാണോ? വെട്ടി വീണം. ആ, ഇനി ഈ തെർമോക്കോൾ എടുത്ത് നോക്കാം. 4 മൂലയ്ക്ക്. ആ വട്ടമില്ല, വട്ടം വെട്ടിൻ്റെ ഇതാ, അങ്ങനെയല്ല, തിരിച്ച് ഇവിടെ ഒരു തുളയില്ലേ, ഇവിടെ ആ തുളയുടെ ഷേപ്പിലാണിത്. മനസ്സിലായില്ലേ? ടോപ്പ് റൈറ്റ് ലെഫ്റ്റ്, അത് റൈറ്റ് ആണല്ലോ, ടോപ്പ് ലെഫ്റ്റ് ആയിപ്പോയത്. ഈ ഊഫർ വെച്ചത് വെച്ച് ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ കവർ എന്ത് ചെയ്യേ? എൻ്റെ കവർ ഇതാണ്ട് ഇവിടെ, ഇതാണ് എൻ്റെ കവർ. ഇതിനകത്ത് വെക്കണം, ഇതിനകത്ത് അതിനകത്ത് ശരി അങ്ങനെ വെച്ചിട്ട് ചെയ്യാ സമയം. ഇതിനകത്താണ് ഈ സ്പീക്കർ വരുന്നത്. ഈ സ്പീക്കർ വരുന്ന ഇതിനകത്ത് വെച്ചിട്ട് ഈ സാധനം വെച്ച് ഇങ്ങനെ, അതാ വയർ ഇതിനകത്ത് വരണം, ഈ വയർ ഇതിനകത്ത് വരണം. ഒടിയൊന്നുമില്ല, എവിടെ വരും. ഓക്കെ അല്ലേ? എടുത്തു വെച്ചു. ഇനി അടിയിലേക്ക് വെക്ക്. എല്ലാം മണ്ടോട്ട് വരുവാന്ന് എന്താ അതിനാ ഒരു വള്ളിയിട്ട് കെട്ടിയിരുന്നേ. ആ, വള്ളിയിട്ട് കെട്ടണം, കെട്ടിയാൽ എടുക്കാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ വള്ളിയില്ലല്ലോ, നമുക്ക് ഇങ്ങനെ വെച്ചാൽ മതി. സാധനം തന്നു, ഓരോ മറ്റേതെല്ലാം വെച്ചു. ഇത് രണ്ടും ഇതിനകത്തിട്ടേക്കാം. ഇത് റിമോട്ട്, ഇത് കാറ്റലോഗ്, പിന്നെ വാറണ്ടി പേപ്പറും ബില്ലോടെ. അപ്പോൾ വിഷ്ണു ഒക്ടോബർ 2026 വരെ ഉണ്ട് വാറണ്ടി. അതിൻ്റെ ഇവിടെ ഡേറ്റ് ഉണ്ട്. എന്തോ ടേപ്പുണ്ട്, ടേപ്പൊക്കെ തന്നെ കൊടുക്കുവാണ്, കുഴപ്പമില്ല. സഹായിച്ചൊന്നും കൊടുക്കുന്ന കാര്യം കുഴപ്പമില്ല. ഇപ്പോൾ നല്ലപോലെ ഒട്ടിച്ചോ, ഫുള്ളായിട്ടങ്ങ് ഒട്ടിച്ചു. പിന്നെ അതിൻ്റെ സൈഡിൽ പിടിയുണ്ട്, അത് പിടിച്ചെടുത്തോളൂ. അത് കറക്റ്റ് ഏജൻസി ലോക്കാണ്. ഞെക്കൻ തന്നെ, അത് വീട്ടിൽ പോകാനുള്ളതല്ലേ. ബാക്കി ഇനി അവിടെ ചെന്ന് കണ്ടിക്കാൻ നിൽക്കണം. അത് ലോക്ക് ഇതാ, ഒക്കെ എടുത്ത് കൈക്കൂടെ, കൈമാറിക്കും. നീ പൊക്കല്ല, എന്നാ ഞാൻ പൊക്കി കൊടുത്തോളൂ.
ഇവിടെ ഒരു പിടിയുണ്ട്. ഇത് ഇത് ഈ പിടിയത് ഇങ്ങനെ പിടിച്ചാൽ കൊണ്ടുപോകും. ഇത്ര ഉള്ളൂ. ആ, കൂട് കളയാൻ വെച്ചോണം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ. മഴയുണ്ടോ?